ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോസും ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷായി, പിന്നെ എനിക്കൊന്ന് യൂട്യൂബിലൊന്ന് ആക്റ്റീവ് ആവാം എന്നൊക്കെ കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെറിയ ഷോർട്സും വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയത് പെരുമ്പാവൂർ മാക്സ് ഷോപ്പിലേക്കാണ്. എൻ്റെ ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. അവർ വേറൊരു ആവശ്യത്തിന് പോയി. പിന്നെ ബാക്കിയുള്ള സമയമൊക്കെ എനിക്കൊന്ന് ഷോപ്പിംഗ് ആയിട്ട് ചെയ്യാം എന്ന് കരുതി. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡ്രസ് കളക്ഷനേക്കാളും ഫുഡ് വെയർ കളക്ഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷൂ ഞാൻ എടുത്തിട്ടുണ്ട്. ഓപ്പൺ ഷൂ ആണ് എടുത്തത്. അതിൻ്റെ റേറ്റ് വന്നിട്ട് 599 ആണ്. അപ്പോൾ എൻ്റെ മോൻ അടുത്തുള്ളത് കൊണ്ട്, അവൻ കരയുന്നത് ആയതുകൊണ്ട് ഞാൻ അവനക്കൊരു ചെറിയ ടോയ് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഇതാണ്. ഒരുപാടധികം ഫാൻസി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി അധികം കളക്ഷൻസ് ഉണ്ടായിരുന്നു. റോസ് ഗോൾഡിൻ്റെ ഐറ്റംസാണ് കേട്ടോ ഇതെല്ലാം വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് സിൽവർ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ സുഡിയോയിൽ പോയപ്പോൾ, കൊല്ലത്ത് സുഡിയോയിൽ പോയിരുന്നപ്പോൾ 999 ഒരു നെക്ക് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരുപാടധികം യൂസ് ചെയ്യാൻ പറ്റിയില്ല, വേഗം ഫെയ്ഡായിപ്പോയി അതിൻ്റെ കളറ്. അപ്പോൾ ഈ കാണുന്ന ഐറ്റംസൊക്കെ നല്ല കളറുള്ളതാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. സിൽവറിൻ്റെ ഒക്കെ നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഒത്തിരി അധികം കളക്ഷൻസ് ഉണ്ടായിരുന്നു. വീഡിയോയിൽ എനിക്ക് ഒരുപാട് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് മാത്രമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ടീഷർട്ട് എടുത്തിട്ടുണ്ട്. ടീഷർട്ട് പൊതുവേ ഞാൻ അങ്ങനെ ഇടലില്ല, എന്നാൽ പോലും എനിക്കിപ്പോൾ അങ്ങനത്തെ ഡ്രസ്സിനോടൊക്കെ എനിക്ക് കുറച്ച് ഇഷ്ടം തോന്നി, അങ്ങനെ യൂസ് ചെയ്യാം എന്ന് കരുതി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട 2 ടീഷർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രയൽ ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. പിന്നെ എനിക്ക് ലൂസായിട്ടുള്ള ഡ്രസ്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു ഷർട്ടിൻ്റെയൊക്കെ ആ ഒരു വലിപ്പത്തിലുള്ളതാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഇതൊരു പർപ്പിൾ കളറിൻ്റെ നല്ല കട്ടിയുള്ള ബനിയൻ മെറ്റീരിയൽ തന്നെയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അതിന് റേറ്റ് അധികം ഇല്ല. പിന്നെ ഈ 2 ടീഷർട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഞാനും എൻ്റെ കസിൻ്റെ ഫ്രണ്ടുമായിട്ട് ട്രയൽ റൂമിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓവറോളൊന്ന് ഞാൻ ആ ഒരു ഷോപ്പൊന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാടധികം ഓഫേഴ്സൊക്കെ ഉണ്ടായി. ഇവൾക്കാണെങ്കിൽ ഭയങ്കര നാണമാണ് വീഡിയോയിൽ വരാനായിട്ട്. ഞാൻ എന്തോരം പറഞ്ഞാലും അവൾ എന്നെ വീഡിയോയിൽ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവളെ മനഃപൂർവ്വം ഒന്ന് വീഡിയോയിൽ കൊണ്ടുവരാമെന്ന് കരുതി. പിന്നെ ഞങ്ങൾ പോയത് അടുത്തുള്ള സീമാസ് ഷോപ്പിലേക്കാണ് കേട്ടോ. ആടി സെയിൽ ഒരുപാടധികം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നല്ല ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് പോയി നോക്കിയതാണ്. അപ്പോൾ ഞാൻ തന്നെ ഒരുപാട് ഞെട്ടിപ്പോയി. കാര്യം ഈ ഇരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം 1+ ആണ്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഏതാണെന്ന് എനിക്കറിയില്ല. വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ട്, ഡാമേജ് ഒന്നുമല്ല. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു ജോർജറ്റ് മെറ്റീരിയലിൻ്റെ ചുരിദാർ സെറ്റ് എടുക്കണമെന്ന്. ഞാൻ ഒരുപാട് പേരിട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പ്രാവശ്യം ഞാൻ വാങ്ങാൻ വിചാരിച്ചിട്ട് എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഷോളും പാൻറ്റൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു കളറ് നേവി ബ്ലൂ ആണ്. അതാണ് ഞാൻ എടുത്തത്. 2 കളർ എടുത്തിരുന്നു. അപ്പോൾ എനിക്ക് നേവി ബ്ലൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു അതിന് 1700 എന്തോ അത്രയാണ് ആ റേറ്റ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പം ഞാൻ ഇതിന് റെക്കോർഡ് കൊടുക്കുന്നതും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും കുറച്ച് വൈകിട്ടാണ്. അതുകൊണ്ടാണ് റേറ്റ് എനിക്ക് ശരിക്കും ഓർമ്മയില്ലാത്തത്. പിന്നെ ഞങ്ങൾ പോയത് ഉടുപ്പി എന്നുള്ളൊരു ഹോട്ടലിലാണ്. വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ കേട്ടോ. വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അതുകൊണ്ട് ഫുഡിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പോകുന്നത് തിരിച്ച് ബസ്സിലാണ്. വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ വീട്ടിലെത്തി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.